പുക്കാട്ടുപടി ടൗണിൽ നിന്ന് വളരെ അടുത്തായിട്ട് ബസ് റൂട്ടിൽ നിന്നിട്ട് വെറും 400 മീറ്റർ മാത്രം ഡിസ്റ്റൻസിൽ BMGC ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് വരുന്ന ഒരു 4 BHK വീടിൻ്റെ വിശേഷവുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് പറയുകയാണെങ്കിൽ കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഏകദേശം 10 കിലോമീറ്ററും ആലുവ ടൗണിലേക്ക് ഏകദേശം 7.5 കിലോമീറ്ററും ഇടപ്പള്ളി ലുലു മാളിലേക്ക് ഏകദേശം 14 കിലോമീറ്ററുമാണ് വരുന്നത്. കൂടാതെ ടൗണിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷനിൽ കൂടിയാണ് വീട് വരുന്നത്. ഇനി നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ തന്നെ നല്ലൊരു വീതിയുള്ള 8 മീറ്ററോളം വീതി വരുന്ന BMGC ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് വരുന്ന വീട് കൂടിയാണ്. ഇനി വീടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ 5 സെൻറ്റ് ലാൻഡിലായിട്ട് 2500 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ്, കൂടാതെ യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യത്തോടു കൂടി ഒരേ സമയം 2ഓളം വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന ശുദ്ധമായ കിണർ വെള്ളം കിട്ടുന്ന വടക്കോട്ട് ദർശനമായി വരുന്നൊരു വീട് കൂടിയാണ്. ഇനി നമുക്ക് വീടിൻ്റെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല ഒരു ബോക്സി ടൈപ്പും കൊളോണിയൽ ടൈപ്പും കൂടി മിക്സ് ചെയ്തിട്ട് വരുന്ന ഒരു എലവേഷനാണ് വീടിന് കിട്ടുന്നത്. നല്ലൊരു കളർ പാറ്റേൺ വരുന്നുണ്ട്. നല്ല രീതിയിൽ ടെക്സ്ചർ വർക്കുകളൊക്കെ കൊടുത്തിട്ട് LED ലൈറ്റിങ്ങുകളൊക്കെ കൊടുത്തുള്ള ഭംഗിയിൽ തന്നെ കാണാൻ പറ്റുന്ന ഒരു എലവേഷൻ. നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഏകദേശം 8 മീറ്ററോളം വീതി വരുന്ന BMGC ടാർ റോഡ് ആയിട്ടാണ് ഇതിൻ്റെ ഫ്രണ്ടിലെ റോഡ് വരുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ കോമ്പൗണ്ട് വാളിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ GI ഫ്രെയിം വർക്കും ടെക്സ്ചർ വർക്കുകളും 4-വേ സ്പോട്ട് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ട് ഒരു പെബിൾ ഫെൻസിങ് ഒക്കെ കൊടുത്തിട്ടുള്ള കോമ്പൗണ്ട് വാൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഗേറ്റിൻ്റെ പില്ലറിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ 2 എൻഡിലായിട്ട് നല്ല ഗേറ്റ് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 12 അടിയോളം വരുന്ന സ്ലൈഡിങ് ഗേറ്റും ഒരു 4 അടിയോളം വരുന്ന ഫോൾഡിങ് ഗേറ്റും വരുന്നുണ്ട്. അവിടെ നമ്മുടെ വീടിൻ്റെ കോമ്പൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫ്ലോറിലായിട്ട് കടപ്പ കല്ലുകളും ആർട്ടിഫിഷ്യൽ ഗ്രാസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു വലിയ XUV ഒക്കെ കവേർഡായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് നമുക്ക് പോർച്ചിൽ കിട്ടുന്നുണ്ട്. ഇനി പോർച്ചിൻ്റെ പില്ലറിലൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ടെക്സ്ചർ വർക്കുകളും GI ഫ്രെയിം വർക്കും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ സൈഡിലായിട്ട് നമുക്ക് വടക്ക് കിഴക്കേ മൂലയിലായിട്ട് ശുദ്ധമായ കിണർ വെള്ളം കിട്ടുന്നതിന് ഒരു കിണറിൻ്റെ സൗകര്യം വരുന്നുണ്ട്. കൂടാതെ KWBയുടെ വാട്ടർ കണക്ഷൻ്റെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ വീടിൻ്റെ അഡീഷണൽ പാർക്കിംഗ് സ്പേസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭിത്തിയിലേക്കിട്ട് നല്ല രീതിയിൽ ടെക്സ്ചർ വർക്കുകൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഫ്രണ്ട് എലവേഷൻ്റെ ഭാഗമായിട്ട് 3 വാളി വിൻഡോ വരുന്നുണ്ട്, സ്പോട്ട് ലൈറ്റുകൾ വരുന്നുണ്ട്. അത്യാവശ്യം വലിയൊരു കാറൊക്കെ ഇവിടെയും നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങൾ വരുന്നുണ്ട്. ചെറിയൊരു പ്ലാന്റ് ബോക്സിൻ്റെ വർക്കുകളൊക്കെ കൊടുത്ത് പെബിൾസൊക്കെ ഇട്ട് ഭംഗിയിൽ തന്നെ ഈ ഒരു ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തും നല്ല രീതിയിലൊരു ഗാർഡൻ വർക്കുകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ പോകുന്നത് വീടിൻ്റെ സിറ്റ് ഔട്ടിലേക്കാണ്. ഏകദേശം ഒരു 2-3 ചെയറൊക്കെ ഇട്ടിരിക്കാൻ പറ്റുന്ന സിറ്റ് ഔട്ട് നമുക്ക് ഇട്ടുണ്ട്. ഫ്ലോറിലായിട്ട് ഒരു ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ സീലിംഗ് വർക്കുകളും പ്രൊഫൈൽ ലൈറ്റുകളും ജംഗ്ഷൻ ലൈറ്റുകളും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നേരെ നമ്മൾ വരുന്നത് വീടിൻ്റെ മെയിൻ ഡോറിലേക്കാണ്. വടക്ക് ദർശനമായിട്ട് വരുന്ന 2 വാളി ഡോറാണ് ഫ്രണ്ട് ഡോറിനായിട്ട് കൊടുത്തിരിക്കുന്നത്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വീടിൻ്റെ ലിവിങ് സ്പേസിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം വലിയൊരു കോർണർ സെറ്റിയൊക്കെ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങൾ നമുക്ക് ലിവിങ് സ്പേസിൽ കിട്ടുന്നുണ്ട്. നല്ലൊരു വൈഡ് വിൻഡോയുടെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. ഈ സൈഡിലായിട്ടും ഒരു വൈഡ് വിൻഡോയുടെ സൗകര്യങ്ങൾ കിട്ടുന്നുണ്ട്. ഫാൻസി ലൈറ്റുകളുടെ സൗകര്യം വരുന്നുണ്ട്. ഡബിൾ ലൈറ്റഡ് ആയിട്ട് കൊടുത്തേക്കുന്ന ഈ ഏരിയയിൽ നല്ല രീതിയിൽ ഒരു ഹാങ്ങിങ് ലൈറ്റുകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകൾ വരുന്നുണ്ട്. ഇനി ഭിത്തിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിലൊരു TV യൂണിറ്റിൻ്റെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. വലിയൊരു TV ഒക്കെ ഹാങ് ചെയ്യാൻ പറ്റുന്ന പ്രൊവിഷൻ കിട്ടുന്നുണ്ട്. കൂടാതെ ബിഹൈൻഡിലായിട്ട് ലൂവർ പാനലിങ്ങുകൾ വരുന്നുണ്ട്. താഴെയും സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു പെബിൾസൊക്കെ ഇട്ടിട്ട് ഒരു ബോക്സ് വർക്കുകൾ ഭംഗിയിൽ തന്നെ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ നേരെ ഡൈനിങ് സ്പേസിലേക്ക് എത്തിയാൽ ഏകദേശം ഒരു 8 സീറ്റർ ഡൈനിങ് ടേബിളൊക്കെ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങൾ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. സെയിം ടൈൽ പാറ്റേണിൻ്റെ കണ്ടിന്യൂഷൻ വരുന്നുണ്ട്. നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകളും LED ലൈറ്റിങ്ങുകളും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് സ്റ്റെയറിൻ്റെ താഴ്വശത്തായിട്ട് ഒരു വാഷ് കൗണ്ടറിൻ്റെ സൗകര്യം വരുന്നുണ്ട്. സെറയുടെ തന്നെ കൗണ്ടർ ടോപ്പ് വാഷ് ബേസിനും സെറയുടെ തന്നെ പില്ലർ കോപ്പും കൊടുത്തിട്ടുണ്ട്. സൈഡിലൊക്കെ ആയിട്ട് നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസുകളും താഴെയായിട്ട് പെബിൾസിൻ്റെ വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഭിത്തിയിലൊക്കെ നല്ല രീതിയിൽ ലൂവർ പാനലിംഗ് വർക്കുകൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ പോകുന്നത് വീടിൻ്റെ ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിലുള്ള കിച്ചണിലേക്കാണ്. നല്ല രീതിയിലൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറൊക്കെ കൊടുത്തിട്ട് ഹാങ്ങിങ് ലൈറ്റുകളൊക്കെ കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വടക്ക് കിഴക്കേ മൂലയിലായിട്ടാണ് കിച്ചൻ്റെ സ്ഥാനം വരുന്നത്. നല്ല രീതിയിൽ സ്പേഷ്യസ് ആയിട്ടുള്ള കബോർഡ് വർക്കുകൾ വരുന്നുണ്ട്. ഒരു വലിയ കൗണ്ടർ ടോപ്പ് ഗ്രാനൈറ്റ് കൊടുത്തിട്ട് ഭംഗിയിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള സിങ്കിൻ്റെ സൗകര്യവും സിങ്ക് കോക്കുകളും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് കിച്ചൺ കൊടുക്കാൻ ശ്രദ്ധിച്ചിരുന്നത്. 3 വാളി വിൻഡോ ഈ ഭാഗത്തായിട്ടും കൊടുത്തിട്ടുണ്ട്. 2 ചെറിയ സിംഗിൾ പാളി വിൻഡോ ആ ഭാഗത്തും വരുന്നുണ്ട്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസുകൾ വരുന്നുണ്ട്. ഈ ഭാഗത്തും നമുക്കൊരു ഫ്രിഡ്ജൊക്കെ വയ്ക്കാൻ പറ്റുന്ന സൗകര്യങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇവിടുന്ന് ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഇവിടെയും നമുക്ക് അത്യാവശ്യം പെരുമാറാനുള്ളൊരു സൗകര്യം നമുക്ക് ഇതിൻ്റെ പുറത്തും കിട്ടുന്നുണ്ട്. മെറ്റൽസൊക്കെ വിരിച്ചിട്ട് ഭംഗിയിൽ തന്നെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ
ഇതിൻ്റെ താഴത്തെ നിലയിൽ 2 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടാണ് കൊടുക്കാൻ ശ്രദ്ധിച്ചേക്കുന്നത്. അതിൽ ഒന്നാമത്തെ ബെഡ്റൂം സ്പേസിലേക്കാണ് നമ്മൾ വരുന്നത്. നല്ല രീതിയിൽ സ്പേഷ്യസ് ആയിട്ട് വരുന്ന ഒരു ബെഡ്റൂം നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നല്ല വൈഡ് വിൻഡോയുടെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. അത്യാവശ്യം 3 പാളിയിൽ തീർത്ത കബോർഡ് വർക്കുകൾ വരുന്നുണ്ട്. നല്ലൊരു കളർ പാറ്റേൺ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതിനോട് അറ്റാച്ച്ഡ് ആയിട്ടൊരു ഡ്രസ്സിങ് മിററിൻ്റെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ സെറയുടെ തന്നെ കൺസീൽഡ് വാൾ മൗണ്ട് ഫിറ്റിങ്സുകൾ തന്നെയാണ് ഇതിന് യൂസ് ചെയ്തിരിക്കുന്നത്. സെറയുടെ തന്നെ ജാഗ്വറിൻ്റെ ഡൈവേർട്ടറും സ്പൗട്ടും റെയിൻ ഷവറും ഒരു ചെറിയൊരു വാഷ് കൗണ്ടറും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ പോകുന്നത് ഈ വീടിൻ്റെ 2ാമത്തെ ബെഡ്റൂം സ്പേസിലേക്കാണ്. ഇതും മാസ്റ്റർ ബെഡ്റൂം കൺസെപ്റ്റിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഏകദേശം 145ഓളം സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട്. 2 സിംഗിൾ പാളി വിൻഡോ ഈ ഭിത്തിയിലായിട്ട് വരുന്നുണ്ട്. ഒരു 3 പാളി വിൻഡോ പടിഞ്ഞാറ് ഭാഗത്തായിട്ടും കൊടുത്തിട്ടുണ്ട്. തെക്ക് പടിഞ്ഞാറ് മൂലയിൽ കന്നിമൂലയിലായിട്ടാണ് ബെഡ്റൂമിൻ്റെ സ്ഥാനം വരുന്നത്. നല്ല രീതിയിൽ സ്പേഷ്യസ് ആയിട്ടുള്ള കബോർഡ് വർക്കുകൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഡ്രസ്സിങ് മിററിൻ്റെ സൗകര്യവും വരുന്നുണ്ട്. ഇനി നമ്മൾ അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെയും നല്ല സ്പേഷ്യസ് ആയിട്ട് വരുന്ന ഒരു ബാത്റൂം സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. സെറയുടെ തന്നെ കൺസീൽഡ് ഫിറ്റിങ്സുകൾ വരുന്നുണ്ട്. ജാഗ്വറിൻ്റെ ഡൈവേർട്ടർ വരുന്നുണ്ട്. സെറയുടെ തന്നെ വാഷ് കൗണ്ടർ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ ഡൈനിങ്ങിൻ്റെ ഒരു കോർണറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ വരുന്ന ഒരു സ്റ്റെയറിൻ്റെ ഭാഗത്തേക്കാണ്. ഫ്ലോറിലായിട്ട് ഗ്രാനൈറ്റാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിലിനായിട്ട് GA ഫ്രെയിം വർക്കിൽ വുഡൻ ടോപ്പ് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റെയർ കയറി മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ലാൻഡിങ്ങിലായിട്ട് നമുക്കൊരു 4 പാളി വിൻഡോയുടെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. ഇവിടെ ഒരു ഡബിൾ ലൈറ്റഡ് ആയിട്ട് വരുന്നൊരു ഏരിയ ആയതുകൊണ്ട് തന്നെ ഇവിടെയും നല്ലൊരു ഹാങ്ങിങ് ലൈറ്റിൻ്റെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. ഈ ഭിത്തിയിലായിട്ടും നല്ല രീതിയിലൊരു ഫർഗോള ഡിസൈൻസ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അപ്പർ ലിവിങ്ങിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെയും ഹാൻഡ് റെയിലിൻ്റെ ഒരു കണ്ടിന്യൂഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ ആയിട്ട് നല്ലൊരു സ്പേഷ്യസ് ആയിട്ട് വരുന്ന ഒരു അപ്പർ ലിവിങ് സ്പേസ് വരുന്നുണ്ട്. നമുക്കൊരു വലിയ TV ഒക്കെ ഹാങ് ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങളും സ്റ്റോറേജ് സ്പേസുകളും വരുന്നുണ്ട്. നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകളും LED ലൈറ്റിങ്ങുകളും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പർ ലിവിങ്ങിൽ നിന്നിട്ട് നമുക്കൊരു ബാൽക്കണി സൗകര്യം കിട്ടുന്നുണ്ട്. ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പുറം കാഴ്ചകളൊക്കെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ബാൽക്കണി നമുക്ക് ഇവിടുന്ന് അവൈലബിൾ ആണ്. ഹാൻഡ് റെയിലിനായിട്ട് ടഫ് ആൻഡ് ഗ്ലാസ്സിൽ ഒരു SS-ൻ്റെ റെയിലാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ടും ചെറിയൊരു വാഷ് കൗണ്ടറിൻ്റെ സൗകര്യങ്ങൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ വരുന്നത് വീടിൻ്റെ 3ാമത്തെ ബെഡ്റൂം സ്പേസിലേക്കാണ് വരുന്നത്. തെക്ക് കിഴക്കേ മൂലയിലായിട്ടാണ് ബെഡ്റൂമിൻ്റെ സ്ഥാനം വരുന്നത്. താഴത്ത് ബെഡ്റൂമിൻ്റെ അതേ സ്ട്രക്ചറിൽ തന്നെയാണ് വരുന്നത്. നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകൾ വരുന്നുണ്ട്. വൈഡ് വിൻഡോയുടെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. 2 എൻഡിലായിട്ടും സിംഗിൾ പാളി വിൻഡോ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി ഈ ഭാഗത്തായിട്ട് വാൾഡ്രോബ് സൗകര്യങ്ങൾ നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു ഡ്രസ്സിങ് മിററിൻ്റെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. ഇവിടെ ആയിട്ട് ആണ് അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യം വരുന്നത്. നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ തന്നെ സെറയുടെയും ജാഗ്വറിൻ്റെയും ഫിറ്റിങ്സുകളുടെ ഒരു കണ്ടിന്യൂഷൻ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ പോകുന്നത് ഈ വീടിൻ്റെ 4ാമത്തെ ബെഡ്റൂം സ്പേസിലേക്കാണ്. താഴെ നമ്മൾ കണ്ട കന്നിമൂലയിലെ ബെഡ്റൂം സ്പേസിൻ്റെ അതേ സ്ട്രക്ചറിൽ തന്നെയാണ് മുകളിലത്തെ ബെഡ്റൂം വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതും കന്നിമൂലയിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. സിംഗിൾ പാളി വിൻഡോ ഈ ഭിത്തിയിലായിട്ട് വരുന്നുണ്ട്. പടിഞ്ഞാറ് ഭാഗത്തായിട്ട് 3 പാളി വിൻഡോയുടെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു 3 പാളി കബോർഡ് വർക്ക് ഈ ഭാഗത്ത് വരുന്നുണ്ട്. ഡ്രസ്സിങ് മിറർ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. താഴത്തെ പോലെ തന്നെ സെയിം വലിപ്പത്തിൽ വരുന്ന ബാത്റൂം സൗകര്യങ്ങളും സെയിം ഫിറ്റിങ്സുകളും നമുക്ക് ഇവിടെയും കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ നമുക്ക് പുറത്തേക്ക് മുകളിലേക്ക് പോകാനായിട്ടുള്ള സ്റ്റെയറിൻ്റെ സൗകര്യങ്ങൾ ഇവിടെയാണ് വരുന്നത്. ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ കോൺക്രീറ്റിൽ തീർത്തിരിക്കുന്ന ഒരു സ്റ്റെയറിൻ്റെ സൗകര്യങ്ങൾ GA ഹാൻഡ് റെയിൽ വർക്കുകളൊക്കെ കൊടുത്തിട്ട് ഭംഗിയിൽ തന്നെ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ പോകുന്നത് ഈ വീടിൻ്റെ ബാൽക്കണി സ്പേസിലേക്കാണ്. ബാൽക്കണി സ്പേസിൻ്റെ ചേർന്ന് തന്നെ നമുക്ക് താഴത്തെ ലിവിങ് ഏരിയയുടെ ഒരു ഡബിൾ ലൈറ്റ് വ്യൂ നല്ല ഭംഗിയിൽ തന്നെ കിട്ടുന്നുണ്ട്. ഷാൻലിയറൊക്കെ അടുത്ത് നിന്ന് കാണാൻ പറ്റുന്ന സൗകര്യങ്ങൾ വരുന്നുണ്ട്. വൈഡ് വിൻഡോസ് കാണാൻ പറ്റുന്നുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ ഡോർ തുറന്ന് ബാൽക്കണിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ലൊരു സ്പേഷ്യസ് ആയിട്ട് വരുന്ന ഒരു ബാൽക്കണി സ്പേസ് വരുന്നുണ്ട്. വടക്ക് കിഴക്കേ കോർണറിലായിട്ടാണ് ഇതിൻ്റെ സ്ഥാനം വരുന്നത്. നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകളും ലൂവർ ലൈറ്റുകളൊക്കെ പ്രൊഫൈൽ ലൈറ്റുകളും LED ലൈറ്റിങ്ങുകളും കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തും നല്ല രീതിയിൽ ലൂവർ പാനലിങ്ങും LED സിലിണ്ടറിക്കൽ ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. SS-ൻ്റെ ഫ്രെയിമിൽ തീർത്ത
ടഫൻ ഗ്ലാസ്സിൽ വരുന്ന ഹാൻഡ് റെയിൽ വർക്കുകൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത്യാവശ്യം ഒരു 8-10 ചെയറൊക്കെ ഇട്ട് ഇരിക്കാൻ പറ്റുന്ന സൗകര്യത്തിൽ നല്ല കാറ്റും വെളിച്ചവും കൊള്ളാൻ പറ്റുന്ന ഒരു ബാൽക്കണി സ്പേസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. പുക്കാട്ടുപടി ടൗണിൽ നിന്ന് വളരെ അടുത്തായിട്ട് കിഴക്കമ്പലം 2020 പഞ്ചായത്തിൻ്റെ കീഴിൽ വരുന്ന ഒരു BMBC ടാർ റോഡ് ഫ്രണ്ടേജായിട്ട് വരുന്ന 4 BHK വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. ഇനി നമുക്ക് ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ ടൗണിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈസിയായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങൾ വരുന്നുണ്ട്. നല്ല പക്ക റെസിഡൻഷ്യൽ ഏരിയയിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. നല്ലൊരു എലവേഷൻ ഡിസൈൻസ് വരുന്ന വീട് കൂടിയാണ്. ഇനി നമുക്ക് വീടിൻ്റെ ടോട്ടൽ ഡീറ്റെയിൽസ് പറയുകയാണെന്നുണ്ടെങ്കിൽ 5 സെൻറ്റ് ലാൻഡിലായിട്ട് 2500 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ചഡായിട്ട് കൂടുതൽ യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യത്തോടു കൂടി നിർമ്മിച്ചിരിക്കുന്ന ഈ വീട് ബിൽഡർ ആവശ്യപ്പെടുന്നത് 1,20,00,000 രൂപയാണ്. വില തികച്ചും നെഗോഷ്യബിൾ ആണ്. കൂടാതെ എല്ലാ ബാങ്കുകളിൽ നിന്നിട്ടുമുള്ള ലോൺ സൗകര്യവും ലഭ്യമാണ്. ഈ വീട് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ചാനലിൻ്റെ താഴെ കാണുന്ന നമ്പർ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്.